ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാർമിക് സൈക്കിളിനെ കുറിച്ചാണ്. നമ്മൾ പോയ ജന്മത്തിൽ ചെയ്തിട്ട് ബാക്കി വെച്ച കുറെ കാര്യങ്ങൾ ഇരിക്കുമല്ലോ, അതിനെയെല്ലാം നമ്മൾ ഈ ജന്മത്തിൽ എടുത്തു കൊണ്ടുവന്നിരിക്കും. അത് എങ്ങനെ തീർക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരാൾ മുകളിലിരുന്ന് എഴുതി വെച്ച് നമ്മളെ ജനിക്കാൻ വേണ്ടി അയച്ചതല്ല. നമ്മൾ ചെയ്ത കർമ്മ കാരണമാണ് നമ്മൾ ഇവിടെ ജനിച്ചിരിക്കുന്നത്. ഈ കർമ്മ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തത്, അത് നന്മയോ തിന്മയോ, അതിനനുസരിച്ചാണ് നമുക്ക് ഈ ജന്മം കിട്ടുന്നത്. ഈ ചിന്തകളും പ്രവൃത്തികളും എന്ന് പറയുന്നത് സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം, വേണമെന്നും വിചാരിക്കാം, വേണ്ടാന്നും വിചാരിക്കാം. അതിനനുസരിച്ച് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാനും വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ജന്മം എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഈ ജന്മത്തെയും പോയ ജന്മത്തെയും മാറ്റാൻ പറ്റില്ല. ഈ ജന്മത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നല്ലത് ചെയ്താൽ നല്ലത് നടക്കും, കെട്ടത് ചെയ്താൽ കെട്ടത് നടക്കും. അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയ ജന്മത്തിൽ ബാക്കി വെച്ച കർമ്മ ഇവിടെ കൊണ്ടുവരുമല്ലോ, അത് അനുഭവിച്ച് തീർക്കണമല്ലോ. അത് ഫസ്റ്റ് തീർക്കണമല്ലോ, എന്നാൽ മാത്രമേ നമുക്ക് പുതിയ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ജന്മം കിട്ടുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ അത് തീർക്കുന്നോ അല്ല ചേർക്കുന്നോ, അതെല്ലാം രണ്ടാമത്തെ കാര്യം. നമ്മൾ ആൾറെഡി പെൻഡിങ് വെച്ച കാര്യം നമുക്ക് എങ്ങനെ ചെയ്ത് തീർക്കാൻ നോക്കാം. അത് ഡീൽ ചെയ്യുന്നതാണ് കാർമിക് സൈക്കിൾ. ഞാൻ എന്ത് കാരണത്തിലാണ് വന്നത്, ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, എനിക്ക് എന്തിൽ നിന്നാണ് മോചനം വേണ്ടത്, എന്ത് ലെസണാണ് ഞാൻ പഠിക്കേണ്ടത്, ഇത് മനസ്സിലാക്കുന്നതാണ് കർമ്മ. ഇത് മനസ്സിലാക്കി ആ കർമ്മയിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, കുറുകിയ മനസ്സ് വിസ്താരമടയുകയും ഈ ലോകത്തിൽ നടക്കുന്ന ഒരു ന്യൂസും നമ്മളെ ബാധിക്കാതെ ആവുകയും ചെയ്യും. ഇതാണ് ആത്മീയത, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിളിന് ഒരു ചെറിയ സ്റ്റോറി പറയാം. ഒരു അമ്മയുണ്ടായിരുന്നു, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വളർന്നു വരുന്ന കുട്ടി എന്താന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഒരു പോസിറ്റിവിറ്റിയും കിട്ടുന്നില്ല. ഫുൾ അവൻ ഒരു നെഗറ്റിവിറ്റിയിലും, അതുകൊണ്ട് തന്നെ അവൻ്റെ ലൈഫ് ഒരു പ്രഷറായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവൻ അവിടെ നിന്ന് പതിയെ പതിയെ വലുതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ അതൊരു ശീലമായി കൊള്ളും. പിന്നെ അവൻ തേടുന്ന ഫ്രണ്ട്സ് ആയാലും, അവനെ തേടി വരുന്ന പുതിയ പുതിയ ബന്ധുക്കളായാലും, അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് പാർട്ട്ണർ ആയാലും ഈ അമ്മയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യക്തികളായിരിക്കും. അതായത് അവർ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് തന്നെ പോയി ചേർന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ എന്നെ അത്രയും സ്നേഹിക്കുന്ന, അത്രയും കെയർ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ വേണമെന്ന് നമ്മളിങ്ങനെ ഏങ്ങിക്കൊണ്ടിരിക്കും, അത്രയും കൊതിച്ചുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടുന്നത് നമ്മളിതേ കടന്നുപോയ ഇതേ പ്രശ്നങ്ങളിൽ തന്നെ വീണ്ടും നമ്മൾ പോയി നിൽക്കും. ഇതാണ് കർമ്മ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തു വരുന്നു, എങ്ങനെ മോചനം പ്രാപിക്കുന്നു എന്നതിലാണ് ചെക്ക്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ നല്ല ആഗ്രഹങ്ങളെയും മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തികളോട് ജീവിച്ചത് മാത്രമല്ല, അതൊരു ശീലമാക്കുകയും അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി ആ ഒരു ചെയിൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കൊണ്ടിരിക്കുന്നതിനെയും ബ്രേക്ക് ചെയ്യുന്നതിലാണ് നമ്മുടെ കർമ്മ ഇരിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളും പ്രാരാബ്ദവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്ത് വരാൻ വളരെ കഷ്ടമാണ്. ഇതിൽ നിന്ന് പുറത്ത് വരുന്നത് വളരെ കുറച്ചാണ്. ആരൊക്കെ പുറത്ത് വരുന്നോ അവർ ആ കർമ്മയിൽ നിന്ന് മുക്തരാവുകയും അവരുടെ മനസ്സും ഈ ലോകവും തന്നെ അവരുടെ മുമ്പിൽ, അവരുടെ കാഴ്ചപ്പാടുകളും മാറാൻ തുടങ്ങും. പക്ഷേ നമ്മൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ വിട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പുറകെ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവരുടെ പുറകെ പോകാൻ തുടങ്ങും. നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ എപ്പോൾ ഉടച്ച് ബ്രേക്ക് ചെയ്ത് നമ്മളെ ആര് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു, അവിടെ നിങ്ങളുടെ കർമ്മ ഡിലീറ്റ് ആവാൻ തുടങ്ങും. അത് വളരെ കഷ്ടവും വേദനാജനകവുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പലരും ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാത്തത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പാവപ്പെട്ട വീട്ടിൽ ഉള്ള ഒരു വ്യക്തി ആ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി പഠിച്ച് ഒരു ജോലി, അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ള ഒരു ജോലിയിൽ കയറി. പക്ഷേ അയാൾക്ക് ആ ജോലി ഇഷ്ടമില്ലാത്തതാണ്. അയാൾ ആഗ്രഹിച്ച ജോലിയല്ല കിട്ടിയത്, പക്ഷേ അത്യാവശ്യം ശമ്പളം കിട്ടുന്നതുകൊണ്ട് അതിൽ തന്നെ തുടരുന്നു. എന്നാൽ അത്രയും ആഗ്രഹിച്ച് അത്രയും സന്തോഷം തരുന്ന ഒരു ജോലി അടുത്ത് തന്നെ ഉണ്ട്. എപ്പോഴും അയാളുടെ കണ്ണുകൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ അയാൾക്ക് എന്താന്ന് വെച്ചാൽ ഈ ജോലി വിട്ടിട്ട് പോവാൻ പേടിയാണ്. കാരണം ആ വ്യക്തിക്ക് ആ ജോലി സക്സസ് ആവോ, ഇപ്പോൾ കിട്ടുന്ന ശമ്പളം അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ ഈ ശമ്പളം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ആ കംഫർട്ട് സോണിൽ നിന്ന് ആ വ്യക്തിക്ക് പുറത്ത് വരാൻ കഴിയുന്നില്ല. ആ കുട്ടി ആ പാവപ്പെട്ട വീട്ടിൽ വളർന്നു കൊണ്ടുവന്നിരുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പൈസ എന്നുള്ള കാര്യം ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നു. പൈസ കിട്ടിയാലും പക്ഷെ നിനക്ക് സുഖമില്ല, സമാധാനമില്ല. അപ്പോൾ നമ്മുടെ ആത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിന്റെ സുഖം അവിടെയാണെന്ന്. പക്ഷെ ആ ആത്മാവ് പറയുന്നത് കേട്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നതാണ് നിന്റെ കർമ്മ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്. നീ ആഗ്രഹിക്കുന്ന പണം അവിടെ കിട്ടിയില്ലെങ്കിലും നിനക്ക് സന്തോഷവും സമാധാനവും കിട്ടും. പക്ഷെ എത്ര കോടീശ്വരനായിരുന്നാലും നിനക്ക് നിന്റെ മനസ്സിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ലൈഫാണ്. എന്നാൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാതെ എനിക്ക് ഈ പൈസ പോവോ എന്ന് പേടിച്ച് നീ ഇവിടെ തന്നെ ഇരുന്നാൽ നീ ജീവിതകാലം മുഴുവനും
ആ കാർമിക് സൈക്കിൾ തന്നെ ഇരിക്കും. നിനക്ക് സന്തോഷവും സമാധാനവും നീ ആഗ്രഹിച്ച ജീവിതവും നിനക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ എന്നും പ്രശ്നമാണ്, എന്നും സങ്കടമാണ്, ഒന്നും മാറി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, എന്നും ചാലഞ്ചസും പ്രശ്നമാണെന്ന് പറയുന്നെങ്കിൽ അവരൊരു കാർമിക് സൈക്കിളിലാണ്. അവരവിടെ പഠിക്കാനുള്ള എന്തോ ഒരു ലെസൺ ഉണ്ട്. ആ ലെസൺ പഠിക്കാൻ വേണ്ടിയാണ് ആ ചാലഞ്ചസ് വരുന്നത്. അതൊരു കാർമിക് സൈക്കിളിന്റെ ഭാഗമാണ്. പക്ഷേ ആ ചാലഞ്ചസ് വരുമ്പോഴെല്ലാം നമ്മൾ പഠിക്കേണ്ട പാഠം പഠിക്കാതെ അതിൽ തന്നെ വീണ്ടും വീണ്ടും കിടക്കുമ്പോൾ ആ കംഫർട്ട് സോണിൽ നമുക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, ചിലപ്പോൾ അത്രയും നമ്മൾ സ്നേഹിച്ച വ്യക്തികളായിരിക്കും നമ്മളെങ്ങനെ ബാക്സ്റ്റാബ് ചെയ്തും ചതിച്ചുകൊണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ അവിടെ ഒരു ലെസൺ പഠിക്കാനുണ്ട്. അത് വിട്ടിട്ട് നീ പുറത്ത് വരണം. നീ അവിടെ നിന്റെ ആവശ്യമല്ല, അവർക്ക് വേറെ എന്താണോ വേണ്ടത്. സോ നീ അത് മനസ്സിലാക്കി നിനക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് വരൂ എന്ന് പറയും. പക്ഷേ അപ്പോഴും നമ്മൾ ഇല്ല, എനിക്കിത് തന്നെ വേണം, ഇത് തന്നെ വേണം, ഇവരാണ് സ്നേഹിക്കേണ്ടത്, ഇവരാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറേ വ്യക്തികൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് വിട്ടിട്ട് പോയാൽ എൻ്റെ ലൈഫ് എന്താവും, എൻ്റെ ഫ്യൂച്ചർ എന്താവും, എനിക്കിനി ഒന്നും കിട്ടാണ്ട് പോവോ, ഇല്ല മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ, നാട്ടുകാർ എന്ത് വിചാരിക്കും, ഇങ്ങനെ കുറേ ഇതിൽ നമ്മൾ വച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പം ആ കാർമിക് സൈക്കിൾ അങ്ങനെ ആ ചാലഞ്ചസ് തന്നെ വന്നിട്ടേ ഇരിക്കും. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. പക്ഷേ എപ്പോൾ നമ്മൾ ആ പാഠം പഠിച്ച് എനിക്കിനി പറ്റില്ല, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വാല്യൂ മനസ്സിലാക്കി അവിടെ ഒരു തീരുമാനമെടുത്ത് ഞാൻ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്നോ, അവിടെ നിങ്ങളുടെ കാർമിക് സൈക്കിൾ എൻഡ് ആവാൻ തുടങ്ങും. അപ്പം ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതിനെന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടിയെടുത്ത് നാളെ തന്നെ പുറത്തിറങ്ങണമെന്നല്ല പറയുന്നത്. അങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഫാമിലി, പാർട്ട്ണർ, മക്കളെ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റും. നമ്മൾ എപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ അവിടെ ഡിറ്റാച്ച് ആവാൻ തുടങ്ങുന്നുവോ അവിടെ നിന്ന് നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. കുറച്ച് പേർക്കൊക്കെ ആ സിറ്റുവേഷനിൽ അവർക്കൊരു തീരുമാനമെടുത്ത് ഇറങ്ങാം, പറ്റുന്ന സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇറങ്ങാം. ഇത് പറ്റാത്തവർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡായി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക. ഇങ്ങനെ തീരുമാനമെടുത്ത് പുറത്തിറങ്ങുന്നവരും അവരവരുടെ മാക്സിമം ട്രൈ ചെയ്തിരിക്കും. ഇനി ഒരു രക്ഷയും ഇല്ല, ഇനി ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകുന്നു പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം എടുപ്പിക്കും. അത്രയും ചാലഞ്ചസ് കൊണ്ടുവന്ന് നമ്മളെ പുഷ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു തീരുമാനമെടുത്ത് എപ്പോൾ ഒരാൾ ഇറങ്ങുന്നുവോ, ചിലർ ജീവിതകാലം മുഴുവനും അങ്ങനെ ആ കാർമിക് സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നവരുമുണ്ട്. ഇത് ഞാൻ ഇറങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഈ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഹോപ്പൺ പ്രയർ ഇതെല്ലാം നിങ്ങളെ സഹായിക്കും അതിൽ നിന്ന് പുറത്തു വരാൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഇന്ന് ചെയ്ത് നാളെ നടക്കുന്ന കാര്യമല്ല. അത് പതിയെ നമ്മൾ അതിലെത്തിച്ചേരും. ആ പ്രപഞ്ചം നമ്മളെപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, തീർച്ചയായിട്ടും ആ പ്രപഞ്ചം അതിനുവേണ്ടി ആ വഴികളിലൂടെ നിങ്ങളെ എത്തിക്കും. അതൊക്കെയാണ് ഈ പ്രാർത്ഥനയും ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം, ഹോപ്പൺ പ്രയറും ഒക്കെ. പക്ഷേ അതിനെന്ന് പറഞ്ഞ് ചിലർ ഈ ബന്ധം ശരിയാകുന്നില്ല, ഇത് കാർമിക് സൈക്കിൾ ആണ് എന്ന് പറഞ്ഞ് മറ്റൊരു ബന്ധം തേടുകയാണെങ്കിൽ അവിടെയും ഈ കാർമിക് സൈക്കിൾ തന്നെ കണ്ടിന്യൂസ് ആവും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരാൾ ഒരു ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരിടത്ത് പോകുമ്പോൾ അവിടെയും വീണ്ടും പ്രശ്നം, അവിടെയും ഡിവോഴ്സ്. നമ്മൾ കേൾക്കുന്നത് ഇതാണ് കാർമിക് സൈക്കിൾ പിന്തുടരുന്നത്. സോ അങ്ങനെയല്ല. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിറ്റുവേഷൻസ് എല്ലാം എൻ്റെ ലൈഫിൽ വന്നത് ഇത് എൻ്റെ കർമ്മയുടെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ എല്ലാം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് അവർ കാരണം ഇവർ കാരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ അത്രയും കഷ്ടപ്പെടാൻ കാരണം. നമ്മളെപ്പോൾ ഇതിനെ എൻ്റെ കർമ്മയുടെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കാനും നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. നമുക്ക് ആ ഭാരം കുറഞ്ഞു പോകും. പിന്നെ എല്ലാറ്റിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. എല്ലാവരും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യം തിരഞ്ഞു പിടിച്ച് നമ്മൾ നന്ദി പറയുക, എല്ലാവരെയും അനുഗ്രഹിക്കാൻ തുടങ്ങുക. നമ്മളിങ്ങനെ ഗുഡ് കർമാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനെന്ന് പറഞ്ഞ് ഇന്ന് ചെയ്ത് നാളെ തീരുമെന്നല്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോയ ജന്മത്തിൽ കൊണ്ടുവന്ന ബാഡ് കർമാസ് അവിടെ കിടക്കുമല്ലോ, അതെല്ലാം ഇങ്ങനെ ഡിലീറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഈ കാർമിക് സൈക്കിൾ എൻഡ് ആവുകയും നമ്മൾ ആഗ്രഹിച്ച ജീവിതത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നല്ലോ, ഈശ്വരൻ എന്ത് ചെയ്യുന്നു, ഈശ്വരൻ ഒന്നും ഇല്ല, ഈശ്വരൻ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇതൊന്നും ഈശ്വരനെ മാറ്റാൻ പറ്റില്ല, ഞാൻ ഈശ്വരനെ ഇത്രയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊക്കെ. പക്ഷേ നമ്മൾ പോയ ജന്മത്തിൽ ഈ ബാഡ് കർമ്മ എല്ലാം ചെയ്തപ്പോൾ ആ ഈശ്വരൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ആ ഈശ്വരൻ അപ്പോൾ അവിടെ സാക്ഷിയായിരുന്നു. അതെല്ലാം മറന്ന് നമ്മൾ ചെയ്തതിൻ്റെ ഫലം ഈ ജന്മത്തിൽ വന്ന് അനുഭവിക്കുമ്പോഴും ആ ഈശ്വരൻ അവിടെ സാക്ഷിയായിട്ടിരിക്കാനേ പറ്റൂ. കാരണം നമ്മൾ ആ ഈശ്വരനെ മറന്നില്ലേ. അപ്പോൾ ആ ഈശ്വരനെ കുറ്റം പറയുകയല്ല വേണ്ടത്. ആ ഈശ്വരനോട് നമുക്ക് ചോദിക്കാം, ഈശ്വര നിനക്ക് എൻ്റെ കർമ്മ എന്ന്, ഇത് ഞാൻ ചോദിച്ച കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഈ കാർമിക് സൈക്കിളിലൂടെ ഞാൻ കടന്ന് കുറേ വർഷങ്ങൾ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് എല്ലാം ഇതേ മിസ്റ്റേക്ക് ചെയ്യും. കൃഷ്ണ നീ എന്താ ചെയ്യുന്നത്, എന്താ കാണുന്നത് നീ എന്ന് കൃഷ്ണനോട് വഴക്ക് പറയും, പിണങ്ങും, കരയും.
2-3 ദിവസം കൃഷ്ണനെ ഞാൻ വിളിക്കത്തേ ഇല്ല, പിന്നെ വീണ്ടും വരും കൃഷ്ണൻ്റെ അടുത്ത്. അങ്ങനെ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോഴാണ് എനിക്ക് ഇതെല്ലാം എൻ്റെ കർമ്മയാണെന്ന് ഞാൻ എപ്പോൾ മനസ്സിലാക്കിയോ അപ്പോൾ ഞാൻ കൃഷ്ണനോട് വന്ന് പറയുമായിരുന്നു, കൃഷ്ണ നിനക്ക് എൻ്റെ ഈ കർമ്മയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നീ വെറും ഒരു സാക്ഷി മാത്രമാണ്. പക്ഷേ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് നിനക്ക് തരാമല്ലോ. കർമ്മ അത് മാറ്റാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇതാ കൃഷ്ണ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഇത് 1 ദിവസം 2 ദിവസമല്ല, കുറേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടപ്പോൾ കൃഷ്ണ എന്നെ ആ വഴികളിലൂടെയൊക്കെ നടത്താൻ തുടങ്ങി. ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വൽ, മൈൻഡ്ഫുൾനെസ്, അവേക്കനിങ് എല്ലാത്തിലും ഞാൻ എത്തിച്ചേരുകയും എനിക്ക് അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്തു. നമ്മളിങ്ങനെ ഡിറ്റാച്ചായി ഇതിൽ നിന്ന് പുറത്തു വന്നു, ബ്രേക്ക് ചെയ്തു, മാനസികമായി അകന്നു എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും. കാരണം ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറേ അപവാദങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും, ഒറ്റയ്ക്കിരിക്കേണ്ടി വരും, കുറേ സഹിക്കേണ്ടി വരും. പക്ഷേ അതെല്ലാം നമ്മളെ മറ്റുള്ളവർ അപവാദങ്ങൾ പറയുക, സഹിക്കുക, നീ ഒന്നിനും കൊള്ളില്ല, അങ്ങനെ നമ്മൾ കുറേ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പോയ ജന്മത്തിൽ ചെയ്ത എല്ലാ കർമ്മയും ഇങ്ങനെ പറയുന്നവരെല്ലാവരും കൂടെ എടുക്കാൻ തുടങ്ങും. ഇങ്ങനെ ഡിലീറ്റായി ഫാസ്റ്റായിട്ട് ഡിലീറ്റ് ആവും. പിന്നെ നമ്മൾ ഒരു സൈഡിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും താങ്ക്സ് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഗുഡ് കർമ്മയും നമുക്ക് വന്നു ചേരുകയും നമ്മൾ ആഗ്രഹിച്ച ലൈഫ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ കാർമിക് സൈക്കിൾ അവിടെ എൻഡ് ആവുകയും പിന്നെ ഈ ജന്മത്തിൽ നമ്മൾ പിന്നെ നമ്മൾ ഈ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫ് ലോങ് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ഒരു പോസിറ്റിവിറ്റിയും നല്ല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, അതിൽ ഡൗട്ടേ വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ജന്മത്തിൽ നല്ലൊരു ജന്മം തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.